Hi guys, welcome to Title Toot. ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് നെയിം സ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. A4 ഷീറ്റ് ഇല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും പേപ്പർ എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒരു A4 ഷീറ്റിൽ നിന്ന് 8 നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റും. എനിക്കിപ്പോൾ മടിയായതുകൊണ്ട് ഞാൻ 6 കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ചൂസ് ചെയ്തത് സാൻഡ്രിയ ക്യാരക്ടേഴ്സാണ് കേട്ടോ. അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ട്രേസിങ്ങിനേക്കാളും നല്ലോണം ഞാൻ അല്ലാതെ വരക്കും എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ബോർഡറൊക്കെ കൊടുത്ത് കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഹൈലൈറ്റർ വെച്ചിട്ടൊന്ന് ബോർഡർ കൊടുക്കാം. ആ ബോർഡർ കൊടുത്തപ്പോൾ തന്നെ എന്തോ ഒരു ഭംഗി വന്ന പോലെ എനിക്ക് തോന്നി. ഇനി നെയിം സ്ലിപ്പ് ആകണമെങ്കിൽ നെയിം, ക്ലാസ്, ഡിവിഷൻ അതൊക്കെ വേണ്ടേ, അതും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുത്താൽ നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയൊരു ട്രാൻസ്പാരൻ്റ് ബർഡ്സ് ആയാലോ? ഇത് ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ കുറേ ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ വാഷി ടേപ്പും അതൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യാമെന്ന്. ആദ്യം തന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. കത്രിക വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അവിടെ ഒതുങ്ങി നിൽക്കും. അതിനുശേഷം ഇതുപോലെ രണ്ട് സൈഡിലും സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുക. ഇനി ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ സെലോ ടാപ്പ് ഈ കാണിക്കുന്ന പോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതാണ് സംഭവം. മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് പോലെ തന്നെ കിട്ടും. ഇതുപോലെ അടയ്ക്കാനും തുറക്കാനും പറ്റും. ഞാനിപ്പോൾ വാഷി ടേപ്പിന് പകരം മാസ്കിൻ ടേപ്പാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ട്രാൻസ്പാരൻറ്റ് പൗച്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല സെറ്റ് സാധനമാണ് കേട്ടോ ഇത്. ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി സ്കൂളിലേക്കൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട സംഭവമായിരിക്കും ടൈം ടേബിൾ. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതുപോലെ A4 ഷീറ്റ് എടുത്തിട്ടൊന്ന് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെന്താ ഈ കാണിക്കുന്ന പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ 6x6 കള്ളികൾ വരച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ. പിന്നെ അതിനെ പെന്ന് വെച്ചിട്ടൊന്ന് ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടതായിരുന്നു, പക്ഷേങ്കിൽ അതിൻ്റെ കൂടി കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ മേലെ ഇതുപോലെയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ടൈം ടേബിളിന് എഴുതാനാണ്. പിന്നെ ഡിസൈനൊക്കെ കൊടുത്ത് പിന്നെയും ഒരു കവായ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ടൈം ടേബിളിനും ടൈം മൺഡേ, സൺഡേ അതൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. സൺഡേ എഴുതിയിട്ടില്ല കേട്ടോ, സാറ്റർഡേ എഴുതിയിട്ടില്ല. ഇനി ഈ ടൈമിൻ്റെ സ്ഥലത്ത് ടൈമും പിന്നെ മൺഡേ സൺഡേ ഉള്ളത് സബ്ജക്റ്റുമാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം ചില ആൾക്കാർക്കെങ്കിലും അത്യാവശ്യമായ സംഭവമായിരിക്കും കേട്ടോ. ഞാനിത് സ്കൂളിൽ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മാക്സിമം ഒരു ആഴ്ചയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് പേപ്പർ 16 ഭാഗമായിട്ടൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി എടുത്താൽ മതി. പിന്നെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം. പിന്നെ ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ റിമൈൻഡർ നോട്ട്ബുക്കിനും കൂടി എഴുതി കൊടുക്കുക. അതിനു മുമ്പായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ട്രാൻസ്പാരൻ്റ് പൗച്ചിന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഇതിനും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റിമൈൻഡർ നോട്ട്ബുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഹോംവർക്കും യൂണിറ്റ് ടെസ്റ്റും അതൊക്കെ നടത്തുന്നവർക്ക് മറന്നു കണ്ടെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു മസ്റ്റ് സാധനമാണ് കേട്ടോ. ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ദ ലിസ്റ്റ്, ബുക്ക് മാർക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബുക്ക് മാർക്കല്ല, ബുക്ക് മാർക്സ്. ഞാനൊരു മൈമെലഡീനെയാണ് കേട്ടോ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ വരച്ച് വന്നപ്പോൾ വിചിത്ര ജീവിയായിപ്പോയി. നെവർ മൈൻഡ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ വരച്ചിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുക. പിന്നെ ഈ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യണം, താഴെയും കൂടി കട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഫസ്റ്റ് ബുക്ക് മാർക്ക് സെറ്റായി. രണ്ടാമത്തെ ചെയ്യാൻ വേണ്ടി ഇതുപോലെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഒരു ഫ്ലവർ വരച്ചിട്ട് കളർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഫ്ലവറിന് പകരം ബട്ടർഫ്ലൈയും വരക്കാം കേട്ടോ, അത് രസമുണ്ടാവും. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ രണ്ടാമത്തെ മാർക്കും സെറ്റായിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇത്രയും സപ്ലൈസാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ആ നെയിം സ്ലിപ്പും ടൈം ടേബിളും റിമൈൻഡർ നോട്ടും ബുക്ക് മാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കണ്ട. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.